പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധാത്മാവ് വചനത്തിൽ രേഖപ്പെടുത്തിയ 10 ഔഷധങ്ങളിൽ 9ാമത്തെ ഔഷധത്തെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ദൈവസഭയിലെ സൗഖ്യം. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. Persistent prayer not only moves God's hand, but it prepares our heart to recognize His touch. ദൈവസഭയിൽ സൗഖ്യം ലഭ്യമാകണമെങ്കിൽ ആരാധനയും പ്രാർത്ഥനയും ശക്തിയുള്ളതാകണം. ആരാധനയുടെ ശക്തി ആലയത്തിനകത്ത് നിറഞ്ഞു നിന്നാൽ പോരാ, ശക്തിയോടെ അത് പുറത്തേക്ക് ഒഴുകണം. സഭയുടെ അകത്ത് പുറത്തേക്ക് ശക്തിയെ വിടാതെ തടസ്സം നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർ പണ്ട് തന്നെ യേശുവിനെ സഭയ്ക്കുള്ളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. വർഷങ്ങളായി സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ മുടന്തനായി ഇരുത്തിയ ഒരു മനുഷ്യനെ അപ്പോസ്തലപ്രവൃത്തി 3-ന്റെ 1 മുതൽ 8 വരെയുള്ള ഭാഗത്ത് കാണാം. ആലയത്തിലേക്ക് വന്നവരോ ആലയത്തിൽ നിന്ന് പുറത്തു പോയവരോ ഇവനെ കൊണ്ടുവന്നവരോ ആരും അവനോട് അകത്തേക്ക് കയറുവാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തില്ല. എന്നാൽ പുറത്തു നിന്നും ആത്മനിറവിൽ വന്നവർ ഭിക്ഷക്കാശിന് പകരം അവന് നൽകിയത് വിലമതിക്കുവാൻ കഴിയാത്ത ഒരു ശക്തനാമത്തെക്കുറിച്ചായിരുന്നു. പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവർ അവൻ്റെ വലം കൈക്ക് പിടിച്ചപ്പോൾ അവൻ എതിർക്കാതെ തന്നെ എഴുന്നേറ്റു. അവർ പറഞ്ഞത് കേട്ട് അവൻ അനുസരിച്ചു. എഴുന്നേറ്റപ്പോൾ അവൻ്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ അകത്ത് കടന്നു, ദേവാലയത്തിനകത്ത് കടന്ന് നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തന്നെ എഴുന്നേൽപ്പിച്ചവരുടെ കൂടെ ദേവാലയത്തിലാണ് അവൻ നിൽക്കുന്നത്. യേശു അകത്തുള്ള ദേവാലയമായി നമ്മുടെ ദേവാലയങ്ങൾ തീരട്ടെ. യേശു ആലയത്തിനകത്തുണ്ടെന്നതിൻ്റെ തെളിവാണ് ആലയത്തിനകത്തെത്തിയ ജനം കൈകൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഹൃദയത്തിൽ ഭാരം പേറുന്നവരുടെ കരങ്ങൾ പൂർണ്ണമായി ഉയരുകയില്ല. ദൈവം മുമ്പാകെ ഭാരം ഇറക്കി വയ്ക്കുവാൻ നമ്മെ സഹായിക്കുന്നത് യേശുവിൻ്റെ ശക്തനാമം നമ്മിൽ ക്രിയ ചെയ്യുമ്പോഴാണ്. പുതിയ നിയമത്തിൽ കൂടി നമുക്കൊന്ന് കണ്ണോടിക്കാം. ലൂക്കോസ് 6-ന്റെ 6 മുതൽ 11 വരെയുള്ള ഭാഗത്ത് ശബത്തിൽ പള്ളിയിലെത്തിയ യേശുവിൻ്റെ ഉപദേശം ശ്രവിക്കുവാൻ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ അവിടെ എത്തിയിരുന്നു. എന്നെ ആകർഷിച്ച ചില പ്രത്യേകതകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, ആ ആലയത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഏത് പ്രവൃത്തി ചെയ്യുന്നതിനു മുമ്പും യേശു പൊതുവായി ചില ഉപദേശങ്ങൾ നൽകും. മൂന്നാമതായി, തൻ്റെ കൈ വരണ്ടതായിട്ടും അതൊരു കുറവായി കാണാതെ ആലയത്തിലെത്തുകയും അതിന് സന്മനസ് കാണിക്കുകയും അയാൾ ചെയ്തു എന്നുള്ളതാണ്. നാലാമതായി, യേശുവിൻ്റെ ഉപദേശം അയാൾ ശ്രദ്ധയോടെ കേൾക്കുക മാത്രമല്ല, അത് ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും ചെയ്തു. 5,
അതുകൊണ്ടാണ് യേശു അയാളോട് എഴുന്നേൽക്കുക, നടുവിൽ നിൽക്കുക, കൈ നീട്ടുക എന്ന 3 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൻ യേശുവിനെ അനുസരിച്ചു. അവൻ്റെ കൈക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ആലയത്തിൽ സൗഖ്യം ലഭിക്കണമെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം. അന്ന് മാത്രമല്ല, ഇന്നും ജനം ഒന്നിച്ചാരാധിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരും. ആ ഇറങ്ങി വരുന്ന സാന്നിധ്യത്തെ നാം വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് സൗഖ്യം ലഭിക്കുന്നത്. ഇവിടെ സന്തോഷം പ്രദാനം ചെയ്യുന്നത് ആലയത്തിൽ അഥവാ ദൈവസഭയിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായി എന്നുള്ളതാണ്. 3 വിധത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം സൗഖ്യം നൽകുന്നു എന്നുള്ളത് 3 വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാം. 1, ആത്മനിറവുള്ള അന്തരീക്ഷം നമുക്ക് ആത്മീക സൗഖ്യം നൽകുന്നു. അപ്പം നമ്മുടെ സഭയിലും ആത്മനിറവ് അത്യാവശ്യമാണെന്നർത്ഥം. 2, ആത്മസന്തോഷം നമ്മുടെ മാനസിക സംഘർഷത്തെ ഇല്ലാതാക്കുന്നു. അതായത് നാം മാനസികമായി ശക്തിപ്പെടുകയും യേശുവിനെ വിശ്വസിച്ച് അനുസരിക്കുകയും ചെയ്യുന്നു. 3, മാനസിക സൗഖ്യം നമുക്ക് ശാരീരിക സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നു. ആത്മീക, മാനസിക, ശാരീരിക സൗഖ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവസാന്നിധ്യം, ആ ദൈവസാന്നിധ്യം നിലനിർത്തുന്ന ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥിക്കുന്ന ഒരു സഭയും നമുക്ക് അത്യാവശ്യമത്രേ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള ഭാഗത്ത് ഹെരോദ രാജാവിൻ്റെ പീഡനത്തിനിരയായി തടവിൽ പാർപ്പിച്ച പത്രോസിനെ കാണാം. കാവൽ ശക്തമാണ്, മാനസിക സംഘർഷം ഉണ്ടാകേണ്ടതാണ്. അവിടെ 2 ചങ്ങലയാൽ അയാൾ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും മാനസിക സംഘർഷം അയാൾക്കുണ്ടാകാം. പക്ഷെ പത്രോസ് നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ്. കാരണം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുടെ പ്രാർത്ഥനയുടെ ശക്തി അവന് ലഭിക്കുന്നുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവനെ സഹായിപ്പാനായിട്ടെത്തി. കാരണം സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. ദൂതൻ വന്ന് അവനെ തട്ടി ഉണർത്തി വേണ്ട നിർദ്ദേശങ്ങൾ അവന് നൽകുന്നു. നൽകിയ ശേഷം ദൂതൻ മുൻപേ പോയി എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ അടഞ്ഞ വാതിലുകളെല്ലാം തുറന്നു. ഇരുമ്പ് വാതിൽ പോലും അവരുടെ മുമ്പിൽ തുറന്നു. കാരണം ദൂതൻ മുൻപേ പോകുന്നുണ്ട്. മുൻപേ ദൂതൻ പോകണമെങ്കിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. പത്രോസിന് സുബോധം വന്നു. ആത്മീക, മാനസിക, ശാരീരിക സൗഖ്യം ലഭിച്ചപ്പോൾ അവൻ സുബോധമുള്ളവനായി. പ്രിയരെ, ഈ 3 വിധത്തിലുള്ള പ്രശ്നം അലട്ടുന്നവരാണ് നമ്മിൽ പലരും. നമ്മുടെ അനുഗ്രഹത്തെ തടയുന്ന വാതിലുകൾ കണ്ട് നമ്മളെപ്പോഴും ഇരുന്ന് ഭാരപ്പെടും. ഭാരപ്പെടാതെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. സഭയിലുള്ളവർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. കുടുംബമായും വ്യക്തിപരമായും സഭയായും നാം പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം നമ്മുടെ ഇടയിലുണ്ടാകും. അല്ലെങ്കിൽ ദൈവസഭയിൽ സൗഖ്യമുണ്ടാകും. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. യേശു സഭയിൽ ഒരുവന് സൗഖ്യം നൽകിയത് കണ്ട് ഒരു കൂട്ടം ശാസ്ത്രിമാരും പരീശന്മാരും ഭ്രാന്ത് പിടിച്ചവരായി തീർന്നു എന്ന് വചനം പറയുന്നു. സൗഖ്യം കൊടുത്തവനെതിരായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവനെ എന്തു ചെയ്യണം എന്നാലോചിക്കുകയാണ് അവർ. ഇന്നും ഇതുപോലെയുള്ള ഭ്രാന്തന്മാർ സഭയുടെ ഉള്ളിലുണ്ട്.
ശ്രദ്ധയോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഈ ഭ്രാന്തന്മാർ വെറുക്കുന്നു. അവരെക്കുറിച്ച് അനാവശ്യം പറയും. അവരെ എത്രത്തോളം തള്ളിക്കളയാവോ അത്രത്തോളം തള്ളിക്കളയും. ഈ ഭ്രാന്തന്മാരെ മറന്ന് സൗഖ്യം പ്രാപിക്കുന്നവരുടെ സന്തോഷം കണ്ട് ആ അനുഗ്രഹത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് സഭയായി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് ശാരീരിക, മാനസിക, ആത്മീക സൗഖ്യം പ്രാപിക്കുന്നവരാകുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും കൃപാലുവുമായ ദൈവമേ, സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സഭയിൽ അഗ്നിനാവായി പടരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കാണുവാൻ സഭയുടെ ഉള്ളിലുള്ളവരെ സഹായിക്കണമേ. ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിലിരുന്ന് ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും ജനത്തിന് അവസരം നൽകണമേ. സഭയിൽ വരുന്നവർ കഷ്ടമനുഭവിക്കുന്നവർ, സന്തോഷമനുഭവിക്കുന്നവരുമുണ്ട്. കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവർ പാട്ടുപാടട്ടെ എന്ന് വചനം പറയുന്നു. ആലയത്തിൽ വന്ന ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനും ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ സൗഖ്യം പ്രാപിപ്പാനും ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങളെ വിട്ടെങ്ങും പോകരുത്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആ സൗഖ്യം പ്രാപിപ്പാൻ ഞങ്ങളുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന ഞങ്ങളുടെ അപ്പനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ബൈബിൾ സ്റ്റഡിയുടെ എല്ലാ കേൾവിക്കാരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും അന്തമ്മ വർഗീസ്. താങ്ക് യു.